ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കുടംപള്ളി കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു. ഇന്ന് ഞാൻ നെസ്ക്വിക്ക് കൊണ്ടൊരു അടിപൊളി സ്വീറ്റ് ബോളാണ് തയ്യാറാക്കുന്നത്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നൊരു സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്കതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനു മുമ്പ് എൻ്റെ കുടംപള്ളി കിച്ചൺ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ചെയ്യുമ്പോൾ ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം. അപ്പോൾ ഞാനിവിടെ നെസ്ലയുടെ നെസ്ക്വിക്ക് പൗഡറാണ് എടുത്തിരിക്കുന്നത്. ഞാനിപ്പോൾ സ്ട്രോബെറിയുടെ ഫ്ലേവറാണ് എടുത്തിരിക്കുന്നത്. പല ടൈപ്പ് ഫ്ലേവറും നമുക്ക് കിട്ടും. അപ്പോൾ ഇത് സാധാരണ കടകളിൽ കിട്ടാൻ സാധ്യത വളരെ കുറവാണ്. മോളുകൾ അല്ലെങ്കിൽ ഓൺലൈനൊക്കെയാണ് ഇത് കിട്ടുന്നത്. ഞാനിപ്പോൾ ഓൺലൈനാണ് മേടിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് വെച്ച് എങ്ങനെയാണ് സ്വീറ്റ് ബോൾ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഒരു 400 ഗ്രാം മിൽക്ക് മെയ്ഡ് ഞാൻ ഒഴിച്ചു കൊടുക്കുവാണ്. ഇപ്പം ഞാൻ ഫ്ലെയിം സിമ്മിലാണ് ആക്കിയിരിക്കുന്നത്. അതിനുശേഷം ഞാൻ ഇതിലോട്ടൊരു 100 ml ക്രീമും കൂടി ഒഴിച്ചു കൊടുക്കുവാണ്. ഇനി ഞാൻ ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ചേർത്ത് കൊടുക്കുവാണ്. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം പ്രത്യേകം ശ്രദ്ധിക്കണം, ഫ്ലെയിം സിമ്മിലാക്കണം. നമ്മുടെ ബട്ടറും ക്രീമും മിൽക്ക് മെയ്ഡും ഒക്കെ നന്നായിട്ട് യോജിച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലോട്ട് 50 ഗ്രാം നെസ്ക്വിക്കിൻ്റെ പൗഡറും കൂടി ചേർത്ത് കൊടുക്കുവാണ്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് ഇവിടെ യോജിച്ച് വന്നിട്ടുണ്ട്. ഇത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന പരുവാകുമ്പോഴാണ് നമ്മുടെ ഇത് റെഡി ആവുന്നത്. അപ്പോൾ കുറച്ച് സമയം കൂടി തന്നെ ഇങ്ങനെ തന്നെ ഇരിക്കണം. ലോ ഫ്ലെയിമിൽ തന്നെ ഇരുന്നോട്ടെ. അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന, അതേപോലെ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ടത് നല്ലൊരു സ്വീറ്റാണ്. അപ്പോൾ നമ്മുടെ പാത്രത്തിൽ നിന്ന് കുറേശ്ശെ വിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത് കറക്റ്റ് പരുവമായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ ഇതിൻ്റെ ഒന്ന് ചൂട് മാറിയതിന് ശേഷം നമുക്കിത് തണുക്കാനായിട്ട് ഫ്രിഡ്ജിലോട്ട് മാറ്റാം. നമുക്കിനി പ്ലാസ്റ്റിക് ഫുഡ് റാപ്പർ ഇട്ട് കവർ ചെയ്തിട്ട് 2 മണിക്കൂർ തണുക്കാനായിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ ഇവിടെ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ ബോളുകളായിട്ട് നമുക്കിത് ഉരുട്ടിയെടുക്കാം. അതിന് മുമ്പായിട്ട് നമുക്കൊരു പാത്രത്തിൽ കുറച്ച് പഞ്ചസാര എടുക്കാം. ഇതിലോട്ട് നമുക്ക് ഇത് ചെറിയ ബോളുകളായിട്ട് ഉരുട്ടി ഇതിലോട്ടാണ് നമ്മൾ വെക്കേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കുറച്ച് ബട്ടർ എൻ്റെ കൈകളിൽ പുരട്ടിയിട്ടുണ്ട്. അതിനുശേഷം നമുക്കൊരു സ്പൂൺ എടുത്ത് അതിൻ്റെ അളവിൽ എടുത്തിട്ട് ചെറിയ ബോളുകളായിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാം. കണ്ടോ, ഈ രീതിയിൽ നമുക്ക് ഇത് ഉരുട്ടിയെടുക്കാം. അതിനുശേഷം നമുക്ക് ആ പഞ്ചസാര എടുത്ത് വെച്ച പാത്രത്തിലോട്ട് തന്നെ ഇത് വെക്കാം. അങ്ങനെ നമുക്ക് ബാക്കിയുള്ള ബോളുകളെല്ലാം അതേപോലെ തന്നെ ഉരുട്ടിയെടുക്കാം. അപ്പോൾ ബോളുകളെല്ലാം ഉരുട്ടി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പഞ്ചസാര ഈ ബോളിലൊന്ന് കവർ ചെയ്ത് എടുക്കാം. ഇതേപോലെ ഇത് കംപ്ലീറ്റ് ആ ബോള് ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ ഇതേപോലെ നമുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ളത് അതേപോലെ തന്നെ പഞ്ചസാര കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്ത് എടുക്കാം. അപ്പോൾ നമ്മുടെ നെസ്ക്വിക്ക് കൊണ്ടുള്ള സ്വീറ്റ് ബോൾ ഇവിടെ റെഡിയാണ്. കണ്ടോ, വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു സ്വീറ്റാണ്. കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു സ്വീറ്റാണ്. ആകെ നമ്മൾ ആ 2 മണിക്കൂർ ഫ്രിഡ്ജിൽ തണുക്കാനായിട്ട് വെക്കണ ആ ഒരു സമയമൊന്നും അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്.
അങ്ങനെ നമ്മുടെ നെസ്കുക്ക് കൊണ്ടുള്ള സ്വീറ്റ് ബോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും തന്നെ ഇത് ട്രൈ ചെയ്ത് നോക്കണം. പ്രത്യേകിച്ച് കുട്ടികളുള്ള വീട്ടിലുള്ള എല്ലാ അമ്മമാരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ ഈ കുടുംബളി കിച്ചൺ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ചെയ്യുമ്പോൾ ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരും. ബൈ.